ആഗോള ആഭ്യന്തര തലങ്ങളിൽ നിന്നുള്ള അനുകൂല ഘടകങ്ങളുടെ കരുത്തിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ കുതിച്ചുകയറ്റം. ഇന്ന് രൂപ വ്യാപാരം ആരംഭിച്ചത് തന്നെ ഡോളറിനെതിരെ 71 പൈസ മുന്നേറി 83.78 കഴിഞ്ഞ 7 മാസത്തിനിടയിലെ ഏറ്റവും മികച്ച മൂല്യമാണിത്. ഏറെ കാലത്തിനു ശേഷമാണ് ഡോളറിനെതിരെ രൂപ ഒറ്റ ദിവസം ഇത്രയും കുതിക്കുന്നതും. ഇന്ത്യൻ ഓഹരി കടപ്പത്ര വിപണികളിലേക്ക് വിദേശ നിക്ഷേപം കുതിച്ചൊഴുകുന്നതും രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിലെ വീഴ്ചയും ആഭ്യന്തര സമ്പദ് മേഖല ശക്തിയാർജിച്ചുവെന്ന് വ്യക്തമാക്കിയുള്ള GST വരുമാനത്തിലെ റെക്കോർഡ്, ഓഹരി വിപണികളുടെ നേട്ടം എന്നിവയുമാണ് രൂപയ്ക്ക് ഊർജ്ജമായത്. യൂറോ, യെൻ, പൗണ്ട് തുടങ്ങി ലോകത്തെ 6 സുപ്രധാന കറൻസികൾക്കെതിരെ US ഡോളർ ഇൻഡെക്സ് 98 നിലവാരത്തിൽ നിന്ന് 100 മുകളിലേക്ക് ഉയർന്നിട്ടും ഡോളറിനെതിരായ വിനിമയത്തിൽ ഇന്ത്യൻ റുപ്പി കരുത്തു നേടിയെന്നതും ശ്രദ്ധേയം. ഇന്ന് ഇതിനകം ഏതാണ്ട് 2950 കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതോടെ കഴിഞ്ഞ 8 വ്യാപാര സെഷനുകളിലൂടെ മാത്രം എത്തിയ വിദേശ നിക്ഷേപം 32,500 കോടി രൂപയും കവിഞ്ഞു. ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും നടത്തുന്നതും മികച്ച മുന്നേറ്റം. 24,3011 വ്യാപാരം തുടങ്ങിയ നിഫ്റ്റി ഒരു വേള 24,589 വരെ എത്തി. നിലവിൽ വ്യാപാരം 152 പോയിന്റ് നേട്ടവുമായി 24,484 അദാനി പോർട്സ്, മാരുതി സുസുക്കി, എറ്റേണൽ, ഹിൻഡാൽകോ, ഇൻഡസിൻഡ് ബാങ്ക് എന്നിവയാണ് നേട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഐഷർ മോട്ടോഴ്സ്, നെസ്ലെ, JSW സ്റ്റീൽ, ബജാജ് ഓട്ടോ, ബജാജ് ഫിൻസർഫ് എന്നിവ നഷ്ടത്തിൽ മുന്നിലാണ്. സെൻസെക്സും ഇന്നും 80,300 നേട്ടത്തോടെ തുടങ്ങി 81,177 വരെ എത്തിയിരുന്നു. കഴിഞ്ഞ സെഷനിലെ ക്ലോസിംഗ് നിലവാരമായ 80,242 അപേക്ഷിച്ച് 1,500 പോയിന്റിലേറെ നേട്ടം. നിലവിൽ വ്യാപാരം ചെയ്യുന്നത് 539 പോയിന്റ് ഉയർന്ന് 80,773. അദാനി പോർട്സ്, മാരുതി സുസുക്കി, എറ്റേണൽ, ഇൻഡസിൻഡ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് എന്നിവ നേട്ടത്തിലും നെസ്ലെ, ബജാജ് ഫിൻസർഫ്, ടൈറ്റൻ, ഭാരതി എയർടെൽ എന്നിവ നഷ്ടത്തിലും മുന്നിലാണ്. വിശാല വിപണിയിൽ ബാങ്ക് നിഫ്റ്റി 0.59%, നിഫ്റ്റി ഓട്ടോ 0.93%, IT 0.59%, പൊതുമേഖലാ ബാങ്ക് 0.88%, ഓയിൽ ആൻഡ് ഗ്യാസ് 1.01% എന്നിങ്ങനെ നേട്ടത്തിലുണ്ട്. സെൻസെക്സിന്റെ ഇന്നത്തെ കുതിപ്പിന് ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, അദാനി പോർട്സ് എന്നിവയാണ്. നിഫ്റ്റി ഫാർമ, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിങ്ങനെ നഷ്ടത്തിൽ വ്യാപാരം ചെയ്യുന്നു. നിഫ്റ്റി മിഡി ക്യാപ് 100 സൂചിക 0.35%, സ്മോൾ ക്യാപ് 100 സൂചിക 0.83% എന്നിങ്ങനെ നേട്ടത്തിലേറി. രൂപയുടെ നേട്ടം US ചൈന വ്യാപാര യുദ്ധം ശമിക്കുന്നതിന്റെ സൂചനയാണ്. വിദേശ നിക്ഷേപത്തിലെ വർധന, ക്രൂഡ് വില ഇടിവ്, GST വരുമാനത്തിലെ റെക്കോർഡ് എന്നിവയാണ് ഓഹരികൾക്കും ആവേശമേകുന്നത്. WTI ക്രൂഡ് വില ബാരലിന് $60 ബ്രന്റ് ക്രൂഡ് വില $63 താഴെയാണുള്ളത്. ഉപഭോഗത്തിന്റെ 85-90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് ഇത് സാമ്പത്തികമായി വലിയ ആശ്വാസമാണ്. GST സമാഹരണം കഴിഞ്ഞ മാസം 2.37 ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡിലെത്തി. 2024 ഏപ്രിലിൽ 2.10 ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡും തകർന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയരുന്നത് ഇന്ത്യക്ക് ഒരുപോലെ നേട്ടവും കോട്ടവുമാണ്. രൂപ കരുത്താർജിക്കുന്നത് കുറയാനും ആനുപാതികമായി വ്യാപാര കറന്റ് അക്കൗണ്ട് കമ്മികൾ പണപ്പെരുപ്പം എന്നിവ താഴാനും സഹായിക്കും. വിദേശത്തെ പഠന ചെലവ്, വിദേശയാത്രാ ചെലവ് എന്നിവയും കുറയും. അതേസമയം കയറ്റുമതി രംഗത്തെ കമ്പനികൾക്ക് ഡോളർ തളരുന്നത് വരുമാനത്തെ ബാധിക്കും. പ്രത്യേകിച്ച് IT, ഫാർമ, സീഫുഡ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾക്ക്. പ്രവാസികൾക്കും ഡോളറിന്റെ വീഴ്ച പ്രതിസന്ധിയാകും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഒരു UAE ദിർഹം ഇന്ത്യയിലേക്ക് അയച്ചാൽ 24 രൂപയ്ക്ക് അടുത്ത് കിട്ടുമായിരുന്നു. നിലവിൽ ദിർഹമുള്ളത് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ചയായ 22.82 എത്തി. അതായത് ദിർഹം നാട്ടിലേക്ക് അയച്ചാൽ ആനുപാതികമായി കിട്ടുന്ന തുക കുറഞ്ഞു എന്നർത്ഥം. ഡോളറിനെ അടിസ്ഥാനമായി മൂല്യനിർണ്ണയമുള്ള സൗദി റിയാൽ അടക്കം മറ്റ് GCC രാഷ്ട്രങ്ങളിലെ കറൻസികൾക്കും രൂപയ്ക്കെതിരെ മൂല്യം കുറഞ്ഞു. ഈ രാജ്യങ്ങളിലെ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്.